പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് നന്ദു അനിയെ കൂട്ടിക്കൊണ്ട് നേരെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് സച്ചിദാനന്ദനെ കാണിച്ചു കൊടുക്കും. ദേഷ്യം വരട്ടോ സച്ചിക്ക്. അനി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ലോക്കപ്പിൽ കിടന്നിട്ട് സുഖമാണോ എന്നൊക്കെ ചോദിക്കും. ഏതായാലും ഈ സീൻ കാണണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയും. സച്ചിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എല്ലാവരും ചേർന്നിട്ട് എന്നെ തേക്കുവാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ അനി പറയുന്നുണ്ട് ഇതിന് തേപ്പ് എന്ന് പറയാൻ പറ്റുമോ? നീ ചെയ്തതിനാണ് ഇപ്പം നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളെ ഇടിച്ചു കൊന്നിട്ടല്ലേ താൻ ഇവിടെ കിടന്നിട്ട് ഈ പ്രകടനമെല്ലാം തന്നെ കണക്ക് വെച്ചത് എന്നൊക്കെ ചോദിക്കും. നന്ദു പറഞ്ഞിട്ട് അന്ന് അനി ഇങ്ങനെ സെല്ലിലിട്ടെന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്, പക്ഷേ അന്ന് നീ അത് കേട്ടില്ല. മുകളിൽ നിന്ന് ആളെ അന്വേഷിക്കാൻ വരുമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് നീ ഇവനെ സെല്ലിൽ കിടത്തി. അന്ന് ആ സീനും കണ്ട് താൻ ഒരുപാടധികം സന്തോഷിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനൊരു സീന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവനെ ഇങ്ങോട്ടേക്ക് മനഃപൂർവ്വം വിളിച്ചു വരുത്തിയത്. ഏതായാലും നിന്നെ ജാമ്യത്തിലിറക്കാൻ വേണ്ടിയിട്ട് വക്കീൽ വന്നിട്ടുണ്ട്. ഈ സീന് ഇവനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തതന്നേ ഉള്ളൂ. ഞാൻ തന്നെയാണ് ഇവനെ വിളിച്ചു വരുത്തിയത്. ഇനി താൻ പൈക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നന്ദു ആ ഒരു സെല്ല് തുറന്നു കൊടുക്കുകയാണ്. സച്ചിക്ക് ദേഷ്യം വന്നുകൊണ്ട് തന്നെ സച്ചി പറഞ്ഞിട്ട് ഇതുകൊണ്ടൊന്നും ഞാൻ ഒതുങ്ങുമെന്ന് നിങ്ങൾ കരുതണ്ട, ഇതിനുള്ള പണിയൊക്കെ ഞാൻ തിരിച്ചു തരുമെന്ന് പറയും. അന്നേരം അനി പറഞ്ഞിട്ട് തൻ്റെ സ്വഭാവം എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഈ സ്വഭാവം വെച്ചിട്ട് താൻ എങ്ങാനും എനിക്ക് പണിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അത്ര ശരിയല്ല എന്നൊക്കെ പറഞ്ഞൊരു താക്കീത് പോലെ പറയാണ് അനി. അന്നേരം നന്ദു പറയുന്നുണ്ട് കേട്ടല്ലോ, ഈ നാടത്ര ശരിയല്ല, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പണിതിട്ടുണ്ടെങ്കിൽ അതിന് ഇരട്ടിയായിട്ട് അങ്ങ് തിരിച്ചു കിട്ടും. അതുകൊണ്ട് താൻ ഇപ്പം തന്നെ തൻ്റെ വക്കീലിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവാൻ നോക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവട്ടെ നന്ദു. സച്ചിക്ക് ഭയങ്കര ദേഷ്യം വന്നുകൊണ്ടായിരിക്കും വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ സച്ചിയുടെ അച്ഛൻ പറയുന്നത് അമ്മയും ബന്ധുക്കളെല്ലാവരും പോയി, ഇനിയിപ്പോൾ നീയും കൂടി ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കാത്തു നിൽക്കുമായിരുന്നു. അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്തിനാ എനിക്ക് വേണ്ടി കാത്തുന്നത്? അച്ഛൻ പോയിക്കോ, ഞാൻ ഏതായാലും വരുന്നില്ല എന്ന് പറയും. അന്നേരം അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എടാ നിനക്ക് ജീവൻ വേണമെങ്കിൽ ഉള്ളതെല്ലാം കെട്ടിപ്പെറുക്കി ഇവിടെ നിന്ന് പോവാൻ നോക്ക്, അതായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെ പറയുന്ന സമയത്തിന് സച്ചി ദേഷ്യപ്പെട്ട് പറയുന്നിട്ട് എന്നെ കേസിൽ കൊടുക്കുക, അവളെ ഞാൻ ഏതായാലും വെറുതെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. കല്യാണ നിശ്ചയം ഏതായാലും മുടങ്ങിപ്പോയി, പക്ഷെ ഞാൻ ഏതായാലും അവളെ വെറുതെ വിടില്ല എന്നൊക്കെ പറയാണ് സച്ചി. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ മൂർത്തി മുത്തശ്ശനും അനിയും ആദർശും കൂടെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അന്നേരം സച്ചിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എടാ ഇതാ മൂർത്തിയല്ലേ വരുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അതേന്നേ, എന്നാലും അയാൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ പറഞ്ഞങ്ങനെ പേടിച്ച് നിൽക്കായിരിക്കും സച്ചി. മുത്തശ്ശൻ കയറി വന്ന പാടത്തിന് സച്ചിയുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട് താനാണോ ഇയാളുടെ അച്ഛനെന്ന് ചോദിക്കും. അതേന്ന് പറയുന്ന സമയത്തിനെ പറയുന്നുണ്ട് ഇവനെ വളർത്തിയിട്ട് ഈ നിലയിലാക്കിയ തനിക്കാണ് ആദ്യം തല്ലി കിട്ടേണ്ടത്. എന്നിട്ട് സച്ചിയോട് ചോദിക്കുന്നുണ്ട് എടാ നീ ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണോടാ എൻ്റെ അനി അങ്ങോട്ടേക്ക് വന്നപ്പോൾ അവനെ തല്ലാൻ നിന്നത്? അന്ന് വേറെ പല കാരണങ്ങളും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് ക്ഷമിച്ചു വിട്ടത് എന്ന് പറയും. അന്നേരം ആദർശ് പറഞ്ഞിട്ട് ഞാൻ അന്ന് നിന്നെ കാണാൻ വേണ്ടി കോട്ടേഴ്സിൽ വന്നപ്പോൾ ഞാൻ നിന്നെ അന്ന് തല്ലാതിരുന്നത് അനിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നത് അതിന് എന്തായിരുന്നു അനിയുടെ ഭാഗത്ത് തെറ്റ്? പോലീസ് സ്റ്റേഷൻ എന്താ ഇവൻ്റെ അച്ഛൻ ഇവൻ്റെ പേർക്കങ്ങ് എഴുതി കൊടുത്തതാണോ? അല്ലല്ലോ. അങ്ങനെ നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് അനി ഇവിടെ നിന്ന് പോയി എന്ന് വിചാരിച്ച എന്താ പ്രശ്നം? നന്ദുവിൻ്റെ 2 ചേച്ചിമാരെ നമ്മുടെ അനന്തപുരി വീട്ടിലേക്കാണ് കെട്ടിച്ചു വിട്ടിച്ചിരിക്കുന്നത്. അന്നേരം തന്നെ നമ്മൾ ബന്ധുക്കളാണ്, അപ്പോൾ കാണാൻ പോയ നമ്മളെങ്ങിട്ട് അടിക്കുവാണോ ചെയ്യേണ്ടത്? അതും നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് ഇവൻ അങ്ങോട്ടേക്ക് ചെന്നു എന്നൊരൊറ്റ കാരണം മാത്രമേ ഉണ്ടായിരുന്നു ഇവന് തല്ലാന്. അതുകൊണ്ട് ഏതായാലും ആ കടം അങ്ങ് വീട്ടാൻ തന്നെയാണ് ഞങ്ങൾ വന്നേക്കുന്നത് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്ന സമയത്തിന് ആകെ ടെൻഷനാവുകയാണ് സച്ചിക്ക്. മുത്തശ്ശൻ പറഞ്ഞിട്ട് അനി അതങ്ങ് തീർത്ത് കൊടുത്തേക്ക് എന്ന് പറയുന്ന സമയത്തിന് അനിക്കങ്ങ് ദേഷ്യം വന്നുകൊണ്ടതിന് സച്ചിയുടെ കരണം തീർത്തൊന്ന് അങ്ങ് പൊട്ടിക്കുന്നുണ്ട്. മുത്തശ്ശൻ പറഞ്ഞിട്ട് ഈ കടം അന്നേ അങ്ങ് വീട്ടേണ്ടതായിരുന്നു എന്ന് പറയുന്ന സമയത്തിന് അനി പറഞ്ഞിട്ട് ഈ ഒരു കടം ബാക്കിയുണ്ടായിരുന്നു, എനിക്കതന്നേ വിഷമായിരുന്നു, ഏതായാലും അതങ്ങ് വീട്ടിൽ കിട്ടിയെന്ന് പറയും. മുത്തശ്ശൻ പറഞ്ഞിട്ട് ഇനി നിന്നെ ഒരിക്കലും ഈ നാട്ടിൽ കാണരുത്, ഈ നാട്ടിൽ തന്നെ നിന്നിട്ട് വേറെന്തെങ്കിലും ഒപ്പിച്ചു വെക്കാൻ നിനക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ തന്നെ എന്നെ ശരിക്കും നിനക്കറിയില്ല. ആൾക്കാരെ സഹായിക്കുന്ന അനന്തമൂർത്തിയെ മാത്രമേ നിനക്കറിയത്തുള്ളൂ, അതല്ലാത്തൊരു മുഖം കൂടെ എനിക്കുണ്ട്. ഇപ്പം നീ ഏതായാലും സസ്പെൻഷനിലല്ലേ, അതങ്ങ് ഡിസ്മിസ്സിലാക്കാനും എനിക്കറിയാമെന്നൊക്കെ ഇങ്ങനെ മൂർത്തി മുത്തശ്ശൻ പറയുന്ന സമയത്തിന് സച്ചിക്ക് അങ്ങ് പേടിയാവാണ്. അയ്യോ മുത്തശ്ശ ചതിക്കല്ലേ എന്നൊക്കെ പറയും. ഈ നാട് വിട്ട് പോയിക്കൊള്ളണമെന്ന് സച്ചിയോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സച്ചിയുടെ അച്ഛനോട് പറഞ്ഞിട്ട് ഇനി ഇവന് ഈ നാട്ടിൽ വിട്ടേക്കരുത്, കൊണ്ടുപോയിക്കൊള്ളണമെന്ന് പറയും. അങ്ങനെ മുത്തശ്ശനും ആദർശും എല്ലാവരും അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് അനി പോകുന്നതിന് മുൻപായിട്ട് തന്നെ വീണ്ടും സച്ചിദാനന്ദനോട് പറയുന്നുണ്ട് സാറേ ഞാൻ കെട്ടും, ഞാൻ മോഹിച്ച പെണ്ണിനെ തന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. അതും കൂടെ കേൾക്കുന്ന സമയത്തിന് സച്ചി ഇങ്ങനെ ആകെ ദേഷ്യം പിടിച്ച് നിൽക്കാട്ടോ. അനി അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം സച്ചിയുടെ അച്ഛൻ സച്ചിയോട് ചോദിക്കും എടാ ഇനി ഞാൻ കോൺപിട്ട് നിന്റെ മുഖം തടവി തരണമെന്ന് ചോദിക്കും. അന്നേരം സച്ചിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കനകദുർഗയായിരിക്കും. കല്യാണം മുടങ്ങിയത് കൊണ്ട് തന്നെ കനകദുർഗ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്തിന് നയൻ എങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഏതായാലും വലിയൊരു ഫ്രോഡിൻ്റെ കയ്യിൽ നിന്നല്ലേ നമ്മുടെ നന്ദുനോട് രക്ഷപ്പെട്ടത്, അതുകൊണ്ട് അങ്ങനെ കരുതിയിട്ട് സമാധാനിക്കാമെന്നൊക്കെ പറയും. കനകദുർഗ പറഞ്ഞിട്ട് അവനെ ഏതായാലും വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷേ ഈ പെണ്ണിൻ്റെ കാര്യത്തിൽ മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട് അവൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും, അവൾക്ക് അനിയെ തന്നെ കിട്ടണമെന്ന്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയും.
അന്നേരം കനകദുർഗ പറഞ്ഞിട്ട് ആഹാ അങ്ങനെ അവളുടെ പ്രാർത്ഥന മാത്രം കേട്ടാൽ പോരല്ലോ. അതെ, അവൾക്ക് നല്ലൊരു ചെറുക്കനെ കിട്ടാൻ വേണ്ടിയിട്ട് അനിയേക്കാൾ നല്ലൊരു ചെറുക്കനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. നയന പറഞ്ഞിട്ട് ഇനി ഏതായാലും കുറച്ച് കാലത്തേക്ക് അമ്മ അവളെ ഒന്ന് വെറുതെ വിട്, ഇനി വിവാഹാലോചനയും കാര്യങ്ങളായിട്ട് അവളുടെ അടുത്തേക്കൊന്നും ചെല്ലണ്ടെന്ന് പറയുന്ന സമയത്തിന് കനകദുർഗ പറയുന്നിട്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നല്ല പയ്യന്മാരെ കിട്ടിയ ഉടനെ തന്നെ ഞാൻ അവളെ പിടിച്ച് കെട്ടിക്കുമെന്ന് പറയാട്ടോ കനകം. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും നന്ദു അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്നിട്ട് കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ അവൻ ജാമ്യത്തിൽ ഇറങ്ങിപ്പോയി എന്ന് പറയും. നന്ദു പറഞ്ഞിട്ട് ഏതായാലും ഒരു കാര്യം ഞാൻ ചെയ്തിട്ടാണ് അയാളെ പറഞ്ഞു വിട്ടത്. അന്ന് അയാൾ അനിയെ മനഃപൂർവ്വം സെല്ലിൽ കിടത്തിയതാണ്. അന്ന് കിടത്തരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടും അയാൾ കേട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അയാൾ സെല്ലിൽ കിടക്കുന്ന ആ ഒരു സീന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ മനഃപൂർവ്വം തന്നെ അനിയെ അങ്ങോട്ടേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. ആ കാഴ്ച ഞാൻ അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പറയും. അന്നേരം കനകദുർഗ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, ഓഹോ അപ്പോൾ അത്ര ധീരകൃത്യമൊക്കെ ചെയ്തിട്ടാണ് മോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് നന്ദുവിനങ്ങ് ദേഷ്യം വരും. നയന പറഞ്ഞിട്ട് ഏതായാലും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെ നന്ദു ആ ഫ്രോഡിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് പറയും. അന്നേരം നന്ദു പറഞ്ഞിട്ട് ഞാൻ എത്രയോ തവണ നിങ്ങളോടൊക്കെ പറഞ്ഞു അയാളൊരു കള്ളനാണെന്ന്. അവന് വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ആരെങ്കിലും സമ്മതിച്ചതെന്നോ? ഇല്ലല്ലോ. അന്നേരം കനകദുർഗ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നിന്റെ ഈ വിവാഹം മുടങ്ങിയെന്ന് വിചാരിച്ച് അനിയെ തന്നെ കല്യാണം കഴിക്കാമെന്നൊന്നും നീ കരുതണ്ട, അതൊന്നും ഒരിക്കലും നടക്കില്ല. നന്ദു പറഞ്ഞിട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് അവൻക്കെതിരെ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി ഞാൻ നട്ടോട്ട് നടക്കുമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ സത്യങ്ങളെല്ലാം തന്നെ തിരിച്ചറിഞ്ഞത്. അന്നേരം നവ്യ പറഞ്ഞിട്ട് അങ്ങനെ നീ ഇപ്പം അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലും അയാൾ മർദ്ദിച്ച ആ ആളിന്ന് മരിക്കില്ലായിരുന്നോ? അങ്ങനെ വന്നാലും ഈ വിവാഹ നിശ്ചയം മുടങ്ങുമല്ലോ എന്ന് പറയുന്ന സമയത്തിന് നന്ദു പറഞ്ഞിട്ട് അങ്ങനെ സംഭവിച്ചാലും പക്ഷേ നമ്മൾ ഈ വാർത്ത അറിയാൻ കുറച്ചും കൂടി വൈകുമായിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളിത് അറിഞ്ഞില്ലെന്നിരിക്കും. ഒരു പക്ഷേ വിവാഹമോതിരം കൈമാറിയതിന് ശേഷമായിരിക്കും നമ്മൾ ഈ കാര്യമെല്ലാം അറിയുന്നത് എന്നിങ്ങനെ നന്ദു പറയുന്ന സമയത്തന്നെ കനകദുർഗ പറഞ്ഞിട്ട് അതൊരു വിവാഹമോതിരം മാത്രമല്ലേ, അല്ലാതെ കല്യാണമൊന്നും അല്ലല്ലോ എന്ന് പറയും. എന്നിട്ട് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ ഒരു വിവാഹ നിശ്ചയം മുടങ്ങിയെന്ന് വിചാരിച്ച് ഞാൻ വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല. നല്ല വിവാഹാലോചന വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഇവളുടെ കല്യാണം നടത്തുമെന്ന് പറയും. അന്നേരം നയന പറഞ്ഞിട്ട് അമ്മേ, ഞങ്ങൾ ഇടയ്ക്കൊന്ന് ആഗ്രഹിച്ചതാണ് ഇവളും അനിയും തമ്മിൽ ഒന്നിക്കാണെങ്കിൽ ഒന്നിച്ചോട്ടെ എന്ന്. പക്ഷേ അമ്മയുടെ മനസ്സ് എതിരായത് കൊണ്ട് മാത്രമാണ് ഇത് തടഞ്ഞു നിർത്തിയത് എന്ന് പറയും. അതുകൊണ്ട് ഇനി ഏതായാലും കുറച്ച് നാളാകുമ്പോൾ അവൾ സ്വസ്ഥമായിട്ട് നടക്കട്ടെ, ഇനിയിപ്പോൾ അവനെ കല്യാണത്തിനൊന്നും നിർബന്ധിക്കണ്ട എന്ന് പറയുന്ന സമയത്തിന് അതൊന്നും പറ്റത്തില്ല എന്ന് പറയും കനകം. അന്നേരം നവ്യ പറഞ്ഞിട്ട് അവൾക്കിനി ഏത് കല്യാണാലോചന കൊണ്ടുവന്നാലും അവൾക്ക് അതൊരിക്കലും ഇഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് പോലും അവൾ സ്റ്റേഷനിൽ വെച്ച് ഇങ്ങനൊരു ധീരകൃത്യം ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയും. ദേഷ്യം വന്നുകൊണ്ട് തന്നെ നന്ദു പറഞ്ഞിട്ട് അമ്മേ, അവസാനമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അമ്മ ഇനി എത്ര വിവാഹാലോചന കൊണ്ടുവന്നാലും ഞാൻ ഒരിക്കലും അത് സമ്മതിച്ചെന്ന് വരില്ല. അനിയെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആരുടെയും പുറകെയും നടന്നിട്ടില്ല. എൻ്റെ ടേസ്റ്റിനൊത്ത ഒരാളെ കണ്ടു കിട്ടാതെ ഞാൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് കയറി പോവാണ് നന്ദു. അന്നേരം നവ്യ പറഞ്ഞിട്ട് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ ആ അനിയെ തന്നെ വിവാഹം കഴിക്കുമെന്ന് പറയുന്ന സമയത്തിന് കനകദുർഗക്ക് ദേഷ്യവനാണ്. കനകദുർഗ പറഞ്ഞിട്ട് ഇല്ല, ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല. ഞാനും ഗോവിന്ദേട്ടനും ഒരിക്കലും അതിന് സമ്മതിക്കില്ല. അതോർത്തിട്ട് ഇനി ആരും സന്തോഷിക്കണ്ട എന്നിങ്ങനെ താക്കീതുപോലെ പറയും. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും ദേവേനയും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നതാട്ടോ. കല്യാണം മുടങ്ങിയതിനെ പറ്റിയിട്ട് അവരിങ്ങനെ സംസാരിക്കുകയാണ്. നന്ദുവിനെ അനന്തപുരി വീട്ടിലെ മരുമകളാക്കാൻ തന്നെയാണ് 2 പേർക്കും ആഗ്രഹം. അവർ പറഞ്ഞിട്ട് ഈ വിവാഹം മുടങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് ഏതായാലും സന്തോഷമായി എന്നൊക്കെ പറയും. മുത്തശ്ശി പറഞ്ഞിട്ട് ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോൾ എല്ലാവരുടെയും മനസ്സ് മാറും. അങ്ങനെ കനകദുർഗയുടെയും ഗോവിന്ദിൻ്റെയും മനസ്സ് മാറുകയാണെങ്കിൽ പിന്നെ നന്ദുവിനെ നമുക്ക് ഈ വീട്ടിലേക്ക് തന്നെ മരുമകളായിട്ട് കൊണ്ടുവരണമെന്നൊക്കെ പറയണേ. എന്നാൽ ഇത് കേട്ടുകൊണ്ട് വരുന്ന ജലജയ്ക്ക് അത് കേട്ടിട്ട് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ജലജ പറഞ്ഞിട്ട് അതെ, നന്ദുവിൻ്റെ അച്ഛനും നമുക്കും മാത്രമൊന്നുമല്ല ഈ വിവാഹത്തിനോട് താല്പര്യക്കുറവ്, ഇവിടെയും ഒരുത്തിയുണ്ട് ജാനകി എന്നൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിക്കും. അന്നേരം മുത്തശ്ശി പറഞ്ഞിട്ട് ആരെയും എതിർത്തുകൊണ്ട് തന്നെ ഈ വിവാഹം നടത്തണമെന്നൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. കുറച്ച് കാലം കാത്തിരിക്കുമ്പോഴേക്കും എല്ലാവരുടെയും മനസ്സ് മാറുമെന്നിങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കായിരിക്കട്ടെ മുത്തശ്ശി. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും നയന വരുന്നത്. നയനോട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്തിന് കല്യാണം മുടങ്ങിയത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇത്തിരി വിഷമായി എന്നൊക്കെ പറയും. നയന പറഞ്ഞിട്ട് ഇടയ്ക്ക് ഞാനും ആദർശേട്ടനും മറിച്ചൊന്ന് ചിന്തിച്ചതായിരുന്നു. അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കുകയാണെങ്കിൽ ഒന്നിച്ചോട്ടെ എന്ന് ഞങ്ങളുടെ മനസ്സ് കൊണ്ട് ചിന്തിച്ചതായിരുന്നു എന്നൊക്കെ പറയും. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചതുപോലെയൊന്നും നടന്നില്ല. കാരണം അമ്മ ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇങ്ങനൊരു വിവാഹത്തിന് സമ്മതിക്കോ? അങ്ങനെ നയന അവരോട് സംസാരിച്ചതിന് ശേഷം അവിടെ നിന്നങ്ങ് പോവാൻ നോക്കുന്ന സമയത്തായിരിക്കട്ടെ പെട്ടെന്ന് നയനക്കൊരു തലമിന്നൽ പോയാൽ അപ്പോഴേക്കും അവിടെ അങ്ങ് വീഴാൻ പോവും. അന്നേരം മോളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് തന്നെ ദേവയാനിയും അതുപോലെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നിട്ട് നയനെ താങ്ങി പിടിക്കുന്നുണ്ട്. വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തളിച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട്. ആകെ ഇങ്ങനെ വയ്യാതായിട്ടുണ്ടാവട്ടെ നയനക്ക്. അപ്പോഴേക്കും ശബ്ദം കേട്ടുകൊണ്ട് തന്നെ ആദർശും മനിയൊക്കെ അങ്ങോട്ടേക്ക് കയറി വരും. എന്ത് പറ്റിയതാണ് മോൾക്കെന്ന് ചോദിക്കുന്ന സമയത്തിന് മുത്തശ്ശി പറഞ്ഞിട്ട് എന്ത് പറ്റിയാന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് മോളെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയും. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് ജലജ പറഞ്ഞിട്ട് അമ്മായിയമ്മക്ക് കരളൊക്കെ പകുത്തു കൊടുത്തതല്ലേ, അതുകൊണ്ട് ഇനി വേറെ വല്ല അസുഖമാണോ എന്ന് ആർക്കറിയാം. അന്നേരം ആദർശ് പറഞ്ഞിട്ട് ആ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞതാണ്, അതുകൊണ്ട് ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും.
നയന പറഞ്ഞിട്ട് എന്തോ രാവിലെ തൊട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, എനിക്ക് കുറച്ചു നേരം കിടന്നാൽ മതി, അല്ലാതെ ഹോസ്പിറ്റലിലേക്കൊന്നും പോവണ്ടെന്ന് പറയും. അന്നേരം ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് അനി പറഞ്ഞിട്ട് അങ്ങനെയല്ല, ഏട്ടത്തിക്ക് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് തന്നെ ഏട്ടത്തി എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയും. അന്നേരം നയന വേണ്ടാന്ന് പറയുന്ന സമയത്തിന് മുത്തശ്ശി പറഞ്ഞിട്ട് എല്ലാവരും മോൾക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് പറയുന്നു, അതുകൊണ്ട് മോൾ ഇപ്പോൾ വാശി പിടിക്കാനൊന്നും നിൽക്കണ്ട, മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകടാന്ന് പറയുന്ന സമയത്തിന് ആദർശ് ഏതായാലും നയനെ താങ്ങി പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ദേവേനി കൂടെ പോരണമെന്ന് ചോദിക്കുന്ന സമയത്തിന് വേണ്ട അമ്മ, ഞാൻ അങ്ങോട്ടേക്ക് എത്തിയിട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ നയനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ നയന അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് ആകെ വിഷമത്തോടിങ്ങനെ നോക്കി നിൽക്കായിരിക്കട്ടെ ദേവയാനി മുത്തശ്ശിയൊക്കെ. ഇനി നയന കരൾ പകുത്തു കൊടുത്തത് കൊണ്ട് നയനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കുമോ, നയനക്ക് എന്തെങ്കിലും അസുഖമായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഇവരിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്. അവരവിടെ നിന്നങ്ങ് പോയതിന് ശേഷം ജലജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത്, ഈശ്വര അവൾക്ക് എന്തെങ്കിലും മാറാരോഗം തന്നെ ആയിരിക്കണേ, കുറച്ചു കാലമായി മനസ്സറിഞ്ഞൊന്ന് സന്തോഷിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പ്രാഗി പറയാട്ടോ ജലജ. ഡോക്ടറെ അടുത്ത് എത്തിയിട്ട് ചെക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട്, ആദർശ് പേടിച്ചതുപോലെ കരൾ സംബന്ധമായിട്ട് ഇനി ഒരു പ്രശ്നവും നയനക്ക് വരില്ല, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്, ഇനി ഏതായാലും കുറച്ച് മാസത്തേക്ക് ആദർശ് നന്നായിട്ട് തന്നെ നയനയെ കെയർ ചെയ്യേണ്ടി വരുമെന്ന് പറയും. അതെന്താ ഡോക്ടറെ, അതെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അതൊന്നും ഇല്ലടോ, താനൊരു അച്ഛനാവാൻ പോവാണ് എന്ന് പറയും. ഇത് കേൾക്കുന്ന സമയത്തിന് ആദർശിന് ഭയങ്കര സന്തോഷമായിരിക്കട്ടോ, അതുപോലെ തന്നെ നയന സന്തോഷത്തോടെ അങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ്. ആ സമയത്തിന് ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ ഏതായാലും നയനെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യുന്നു, നല്ല രീതിയിൽ തന്നെ നോക്കുമെന്നൊക്കെ എനിക്കറിയാം, ആദ്യ കാലങ്ങളിൽ ഏതായാലും നല്ല ശ്രദ്ധ വേണം, പെൺകുട്ടികൾക്ക് നല്ല ശ്രദ്ധ കിട്ടേണ്ട സമയമാണ് ഈ പ്രഗ്നൻസി പീരീഡ്, അതേതായാലും നന്നായിട്ട് മുതലാക്കിക്കോളണം കേട്ടോ എന്ന് പറയട്ടോ നയനയോട്. അന്നേരം ആദർശ് പറഞ്ഞിട്ട് അങ്ങനെ മുതലാക്കുന്ന സ്വഭാവമൊന്നും അവൾക്കില്ല എന്ന് പറയുന്ന സമയത്തിന് ഡോക്ടർ പറയുന്നിട്ട് അതൊക്കെ എനിക്കറിയാം, എങ്കിലും ഞാൻ ഇങ്ങ് പറഞ്ഞതേ ഉള്ളൂ, ഏതായാലും നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യണം കേട്ടോ എന്ന് പറയാട്ടോ ഡോക്ടർ. ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ ആദർശും നയനയും വളരെയധികം സന്തോഷത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു അടിപൊളി സീനും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.